ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബഷീർ ദിന ക്വിസ്. നമ്മൾ ജൂലൈ 5-ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ്റെ മീനിങ് പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറയുന്നത് ശരി, നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണം ഒരു നോട്ടിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാവുന്നൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് ഹൈ ആവുന്നുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് വിലയിരുത്തി വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐന വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എവിടെയാണ് ജനിച്ചത്? ഓപ്ഷൻ എ ബേപ്പൂർ, ഓപ്ഷൻ ബി തലയോലപ്പറമ്പ്, ഓപ്ഷൻ സി വൈക്കം. എവിടെയാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്? എവിടെയാണ്? ആൻസർ പറയാണ്, തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. മാ ഇസ്മു ബൈത്തു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീടിൻ്റെ പേരെന്താണ്? വീടിൻ്റെ നാമം എന്താണ്? വൈലാലിൽ വീട്. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാ ഇസ്മു സൗജത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഭാര്യയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ഫാബി ബഷീർ. ഫാബി ഓപ്ഷനിൽ ഫാബിയാണ് കേട്ടോ. മൻഹുവ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ്? ഇതിൻ്റെ അർത്ഥം, ഓപ്ഷൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അദീബ്, സാഹിത്യകാരൻ, ഷാഇർ, കവി, വക്കീൽ. നമ്മൾ പറയുന്ന വക്കീൽ തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ്? അദീബാണല്ലേ, സാഹിത്യകാരനാണ്. കവിത എഴുതുന്ന ആളല്ലല്ലോ, കഥകളും നോവലുകളും എഴുതുന്ന ആളല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൈഫ യുറഫു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത്. മതാ വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് ജനിച്ചത്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 സന. ഈ ഒരു വർഷത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ഫി അയ്യ സനത്തിൻ മാത്ത വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ട വർഷം ഏതാണ്? 1994 സന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മതാ നുഅയ്യിദു യൗമു വഫാത്തു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ട ദിവസം എന്നാണ് ദിവസമാണ് ചോദിച്ചത്. യൗമു വഫാത്താണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? യൂലിയു 5, ജൂലൈ 5. യൂനിയും നിങ്ങളോട് മാറിപ്പോയത്. യൂലിയു എന്ന് വെച്ചാൽ ജൂലൈ 5. മൻഹുവ അഹു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരൻ ആരാണ്? അബ്ദുൽ ഖാദർ. ഓപ്ഷൻ ബി അബ്ദുൽ ഖാദർ ആണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൻഹിയ ഉഖ്തു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരി ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരി? ഫാത്തിമ അല്ലേ? ഫാത്തിമയുടെ ആട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഫാത്തിമയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരി. മാഹിയ അവ്വൽ മുഅല്ലഫത്തിൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ രചന ഏതാണ്? റിസാലത്തുൽ മഹബ്ബ. എന്താണ്? പ്രേമലേഖനം. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, പ്രേമലേഖനത്തിൻ്റെ അറബി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം റിസാലത്തുൽ മഹബ്ബ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, റിസാലത്തുൽ മഹബ്ബ എന്താണ്? പ്രേമലേഖനം. നെക്സ്റ്റ് നോക്കാം. മാഹിയ മുഅല്ലഫത്തു മഷ്ഹൂർ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അറിയപ്പെടുന്ന മുഅല്ലഫ രചന ഏതാണ്? സൗജത്തുൽ ഫത്വ.
സൗജത്തുൽ ഫത്തുവ എന്ന പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അറിയപ്പെടുന്ന എഴുത്ത്. സൗജത്തുൽ സൗജത്തുൽ ഫത്തുവ എന്ന് വെച്ചാൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് ബാല്യകാല സഖി എന്നാണ് സൗജത്തുൽ ഫത്തുവിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ അതും എന്ത് ചെയ്യുക, അങ്ങനെ പഠിച്ച് വയ്ക്കുക. ബാല്യകാല സഖിക്ക് അറബിയിൽ എന്താ പറയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം സൗജത്തുൽ ഫത്വ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാസാ യുക്കാലു ഫി ലുഗത്തിൽ അറബിയ പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്നതിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? എല്ലാവർക്കും അറിയാം അതിലെ എന്താണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഷാത്തു മഷ്ഹൂറു അറിയപ്പെടുന്ന ആട്, ഷാത്തു ഫാബിയുടെ ആട്, ഷാത്തു ഫാത്തിമ. ഏതാണ് ഷാത്തു ഫാത്തിമയല്ലേ പാത്തുമ്മയുടെ ആട്? അപ്പം പാത്തുമ്മയുടെ ആടിന് അറബിയിൽ എന്താണ് പറയുക? ഷാത്തു ഫാത്തിമ മറന്നു വരുത്. മാസാ യുക്കാലു ഫി ലുഗത്തിൽ അറബിയ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന പുസ്തകത്തിന് അറബിയിൽ എന്താണ് പറയുക? ലിജദ്ദി ഫീലുൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. മത്താനാല ജായിസത്തു പത്മശ്രീ. എന്താണ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? സന 1982 വൈക്കം മുഹമ്മദ് ബഷീറിന് ജായിസത്തു പത്മശ്രീ ലഭിച്ചത്, പത്മശ്രീ പുരസ്കാരം. മൻഹുവ ഇബ്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ്റെ പേരെന്താണ്? അനീസ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ്റെ പേര്. മൻഹിയ ഇബ്നത്തു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകളുടെ പേരെന്താണ്? ഷഹനാസ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകളുടെ പേര്. മാഹിയ ജായിസത്തുൽ വത്തൻ നാല വൈക്കം മുഹമ്മദ് ബഷീർ. അതായത് ഏത് ജായിസത്തുൽ വത്തനാണ് പ്രധാനപ്പെട്ട ജായിസ പുരസ്കാരമാണ് വത്തൻ? ഏത് രാജ്യ പുരസ്കാരമാണ് നാല വൈക്കം മുഹമ്മദ് ബഷീർ നേടിയത്? ഏതാണ്? പത്മശ്രീ. 1982 പത്മശ്രീ പുരസ്കാരം നേടിയത്, നമ്മൾ മുകളിൽ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഹിയ ഇസ്മു ഹക്കീക്കി ഫാബി ബഷീറിൻ്റെ ഹക്കീക്കി ശരിക്കുള്ള പേരെന്താണ്? ഫാത്തിമ ബീവി എന്നാണ് പേര്. ഫി അയ്യി സനത്തിൻ അല്ലഫ സൗജത്തുൽ ഫുതുവ. അതായത് സൗജത്തുൽ ഫുതുവ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാല്യകാല സഖി. നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് സൗജത്തുൽ ഫുതുവ എന്ന പുസ്തകം എഴുതിയത്? 1944 സനയിലാണ് എന്ത് ചെയ്തത്? വൈക്കം മുഹമ്മദ് ബഷീർ സൗജത്തുൽ ഫുതുവ എഴുതിയത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലും നിങ്ങൾ നോക്കി വെക്കേണ്ടത് ടൈറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഒന്ന്, പ്രേമലേഖനത്തിന് അറബിയിൽ എന്താണ് പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു പ്രേമലേഖനത്തിൽ അറബിയിൽ പറയുക? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇവിടെയായിരുന്നു അല്ല, ഇവിടെ അല്ല, ഇവിടെ തന്നെ. റിസാലത്തുൽ മഹബ്ബ ലേഖനമാണ് റിസാല. മഹബ്ബ എന്ന് വെച്ചാൽ സ്നേഹം. റിസാലത്തുൽ മഹബ്ബയാണ് പ്രേമലേഖനം. ബാല്യകാല സഖിക്ക് എന്താണ് പറയുക? സൗജത്തുൽ ഫത്തുവ എന്നാണ് ബാല്യകാല സഖിക്ക് പറയുക. ഇനി എൻ്റെ ഉപ്പൂപ്പാക്കരുണ്ടായിരുന്നു എന്നതിന് എന്താണ് പറയുക? ലിജദ്ദി ഫീലുൻ. ഈ പാത്തുമ്മയുടെ ആട് ഷാത്തു ഫാത്തിമ. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കേൾക്കുക. ഈ 20 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.